നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ബംഗാളിൽ നിന്നുള്ള നിരവധി വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടിരുന്നു. ബംഗാളിൽ തൃണമൂലിൻ്റെ ഓഫീസുകൾ റെയ്ഡ് ചെയ്യുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ, മുൻ മന്ത്രിമാർ, മുൻ MLA മാർ അവരുടെ ഓഫീസുകളും വസതികളും റെയ്ഡ് ചെയ്യുന്നു. കണക്കിൽപ്പെടാത്ത ഹവാല പണം കെട്ടുകണക്കിന് നൂറുകണക്കിന് കോടി രൂപയാണ് ED ഈ റെയ്ഡിൽ കണ്ടെടുത്തത്. അങ്ങനെ നിരവധി വാർത്തകൾ നമ്മൾ പുറത്തുവിട്ടു. ഈ വാർത്തകൾ കേരളത്തിലെ പ്രമുഖ ചാനലുകളോ പത്രങ്ങളോ ഒരു കാരണവശാലും വേണ്ട വിധത്തിൽ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ 207 സീറ്റുകളിൽ വിജയിച്ചു വന്ന BJP അവിടെ ആഹ്ലാദ പ്രകടനത്തിൻ്റെ ഭാഗമായി അക്രമാസക്തരായിരിക്കുന്നു. അവർ തൃണമൂലിൻ്റെ ഓഫീസുകൾ തകർക്കുന്നു, കത്തിക്കുന്നു, തൃണമൂലിൻ്റെ നേതാക്കളെയും പ്രവർത്തകരെയും ഓടിച്ചിട്ട് തല്ലുന്നു, കൊല്ലുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ, അതായത് നമ്മുടെ മല്ലു മാപ്രകൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത്. അതൊക്കെ ഇരിക്കട്ടെ, ഈ എത്രയൊക്കെ ഒളിച്ചു വച്ചാലും സത്യം സത്യമായി പുറത്തു വരും. വസ്തുതകൾ വസ്തുതകളായി തന്നെ ജനങ്ങളിലേക്ക് എത്തും. ഈ മല്ലു മാപ്രകൾ മറന്നുപോയ ഒരു സത്യം കേരളത്തിൽ സോഷ്യൽ മീഡിയ ഉണ്ട് എന്നുള്ളതാണ്. നോക്കൂ, 2021 അന്ന് 77 സീറ്റ് മാത്രം ജയിച്ച് BJP പ്രതിപക്ഷത്ത് വന്നപ്പോൾ തൃണമൂൽ കോൺഗ്രസ്, അതായത് ജയിച്ച് അധികാരത്തിലേറിയ മമതയുടെ ഗുണ്ടകൾ ബംഗാളിലെമ്പാടും അതിരൂക്ഷമായ അക്രമം അഴിച്ചുവിട്ടു. രക്തച്ചൊരിച്ചിലാണ് ബംഗാളിൽ ഉണ്ടായത്. പ്രത്യേകിച്ചും ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന 9 ജില്ലകളിൽ നിരവധി BJP പ്രവർത്തകരെ അതിക്രൂരമായി ആക്രമിച്ചു. 54 പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. ഈ 54 പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും കെട്ടിത്തൂക്കുകയും ചെയ്ത സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പാവപ്പെട്ട വീടുകളിലെ നിരവധി സ്ത്രീകൾ, അതായത് BJPക്ക് വോട്ട് ചെയ്തു എന്ന ഒറ്റ കാരണം കൊണ്ട് നിരവധി സ്ത്രീകളെയാണ് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. അങ്ങനെ കൂട്ടബലാത്സംഗത്തിന് ഇരയായ ഒരു പെൺകുട്ടി സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടി, ഞാൻ ആ ഇരയുടെ വിശദാംശങ്ങൾ ഇവിടെ പറയുന്നില്ല, അതൊരു BJP കുടുംബമാണ്. അവർ ദേശീയ വനിതാ കമ്മീഷന് മുന്നിൽ പരാതി കൊടുക്കാനും സത്യം പറയാനും തയ്യാറായി. അങ്ങനെ പരാതി കൊടുക്കുകയും സത്യം പറയുകയും ഈ സംഭവം പുറത്തു വരികയും ചെയ്തതിന് പിന്നാലെ അതേ ക്രിമിനലുകൾ, അതേ തൃണമൂലിൻ്റെ ഗുണ്ടകൾ വീണ്ടും ആ വീട് ആക്രമിച്ച് ആ മാതാപിതാക്കളെ കെട്ടിയിട്ടിട്ട് അവരുടെ മുന്നിൽ വെച്ച് ഈ പെൺകുട്ടിയെ അതിക്രൂരമായി വീണ്ടും പീഡിപ്പിച്ചു. ഈ സംഭവങ്ങളൊന്നും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഒട്ടും പ്രാധാന്യമില്ലാത്ത എന്താ പറയുക, ഒറ്റക്കോളം വാർത്ത ഏതെങ്കിലും ഒരു മൂലയിൽ കൊടുക്കുന്നത് പോലെ, പത്രങ്ങൾ കൊടുക്കുന്നത് പോലെ ആ വാർത്ത എവിടെയൊക്കെയോ ഒതുക്കപ്പെട്ടു. ഇപ്പോഴിതാ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ തല്ലുന്നു, കൊല്ലുന്നു, അയ്യോ ഓടിവായോ എന്നൊക്കെ നിലവിളിച്ച് കേരളത്തിലെ മാപ്രകളും രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, അതായത് ഉത്തരേന്ത്യയിലെ മാധ്യമങ്ങൾ ഒട്ടുമുക്കാലും ഈ വാർത്തയ്ക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. തൃണമൂലിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോൾ കണ്ടത് വെറും പണം മാത്രമല്ല, മാരകായുധങ്ങൾ, ബോംബുകൾ, ഇതൊക്കെ ഇവർ ശേഖരിച്ചിരിക്കുകയായിരുന്നു. അതായത് റിസൾട്ട് പുറത്തു വന്നാൽ, ഫലം പുറത്തു വന്നാൽ ഉടൻ ബംഗാളിലെമ്പാടും അക്രമം അഴിച്ചുവിടുക, വലിയൊരു ഗൂഢപദ്ധതി മമതയ്ക്കുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വിപരീതമായതിനെ തുടർന്ന് അതിൻ്റെ തെളിവുകൾ തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശ് എന്ന നമ്മുടെ അയൽ രാജ്യത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവിടെ വലിയ മുറവിളിയാണ്, മമതയെ തിരികെ വിളിക്കൂ, ബംഗാളിനെ അടർത്തിയെടുക്കൂ, അത് ബംഗ്ലാദേശിനോടൊപ്പം ചേർത്ത് മറ്റൊരു രാജ്യമാക്കൂ എന്നൊക്കെയാണ് അവിടെ നിന്ന് ഉയരുന്ന ആഹ്വാനം. ഒരു ദിവസം ഇന്ത്യയിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങളുമായിട്ട് ട്രക്കുകൾ ബംഗ്ലാദേശിലേക്ക് ചെന്നില്ലെങ്കിൽ മുഴുപ്പട്ടിണിയിലായി പോകുന്ന ഒരു രാഷ്ട്രമാണ് ഇത്തരത്തിൽ നമുക്ക് നേരെ വെല്ലുവിളി ഉയർത്തുന്നതെന്ന് കൂടി നാം ഓർക്കണം. എന്തായാലും ഈ
തൃണമൂൽ കോൺഗ്രസിൻ്റെ ഓഫീസുകൾ റെയ്ഡ് ചെയ്തപ്പോൾ കിട്ടിയ മറ്റു ചില വസ്തുക്കളിലേക്ക് കൂടി ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. ഒന്ന്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ പേരിലുള്ളതാണ്. ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ വ്യാജ രേഖകൾ ആണ് പിടിച്ചെടുത്തത്. അതായത് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇതിനു വേണ്ടി വരുന്ന കോടിക്കണക്കിന് രൂപ ഈ പറയുന്നത് പോലെ തൊഴിലുറപ്പ് ജോലി നിർവഹിച്ചിട്ടില്ല, അതാരും ചെയ്തിട്ടില്ല. പക്ഷേ അത് ചെയ്തതായിട്ട് വ്യാജ രേഖകളുണ്ടാക്കി ഈ തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്നവർക്ക് ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട്. അത്തരം വ്യാജ കാർഡുകൾ നിർമ്മിച്ച് ആ വ്യാജ കാർഡുകൾ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് അടിച്ചു മാറ്റുകയായിരുന്നു തൃണമൂൽ ചെയ്തിരുന്നത്, മമതാ സർക്കാർ ചെയ്തിരുന്നത്. അതിൻ്റെ വ്യാജ രേഖകൾ, ആ വ്യാജ കാർഡുകൾ, വ്യാജ ജോബ് കാർഡുകൾ അങ്ങനെ എടുത്തു തന്നെ പറയണം. അതായത് തൊഴിൽ കാർഡുകൾ, ആ കാർഡുകൾ വ്യാജമായിട്ട് നിർമ്മിച്ചത് അത് വലിയ തോതിൽ കണ്ടെടുത്തു. അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഓഫീസുകളിൽ നിന്നാണ് അത് കണ്ടെടുത്തതെന്ന് കൂടി നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ മറ്റൊന്ന്, ഈ റെയ്ഡിൽ പിടിച്ചെടുത്തത് ED തന്നെ അന്തം വിട്ടുപോയി. എന്താണ് അവർ അത്ഭുതപ്പെട്ടുപോയി, എന്താണ് ഈ ഇങ്ങനെയൊക്കെ ഇവർ ചെയ്യാൻ കാരണം തൃണമൂലിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോൾ വലിയ ബണ്ടിലുകളിൽ വെള്ള സാരികൾ സൂക്ഷിച്ചിരിക്കുന്നു. എന്തിനാണ് ഈ വെള്ള സാരികൾ സൂക്ഷിക്കുന്നത്? അത് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ വെള്ള സാരി ഇവർ വീടുകളിലേക്ക് അയക്കും. വെള്ള സാരി കിട്ടുന്ന വീടുകളിലെ ആണുങ്ങൾ എത്രയും പെട്ടെന്ന് തൃണമൂലിൻ്റെ ഓഫീസിലെത്തി അവർ ചോദിക്കുന്ന പണം കൈമാറണം. അല്ലെങ്കിൽ ആ വീട്ടിലെ ഏതെങ്കിലും ഒരു പുരുഷനെ കൊല്ലും, അയാളുടെ ഭാര്യ വിധവയായിട്ട് മാറും. ഈ ഒരു സന്ദേശം, ഈ ഒരു ഏറ്റവും അതിപൈശാചികമായ അതിക്രൂരമായ ഒരു സന്ദേശം വീടുകളിൽ എത്തിക്കാനാണ് ഈ വെള്ള സാരി കൊടുത്തിരുന്നത്. ഇതൊക്കെയാണ് അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ. നമ്മുടെ സാമാന്യ യുക്തിയെപ്പോലും വെല്ലുവിളിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിലെങ്ങും വരാത്ത ഇത്തരം ഭാവനകളാണ് അവിടെ തൃണമൂൽ കോൺഗ്രസ്സുകാർ നടപ്പാക്കിയിരുന്നത് എന്ന സത്യമാണ് നാം തിരിച്ചറിയേണ്ടത്. അതുപോലെ ഫാസിസത്തിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ ഇതര രാഷ്ട്രീയ പാർട്ടികളും CPM ഉൾപ്പെടെയുള്ളവർ BJPയുടെ ഫാസിസത്തെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കും, കോൺഗ്രസ്സുകാർ പ്രസംഗിക്കും. പക്ഷേ അവർ തൃണമൂൽ കോൺഗ്രസ്സിനെതിരെ ഒരക്ഷരം മിണ്ടില്ല. കഴിഞ്ഞ 15 വർഷത്തിന് ശേഷം BJP അവിടെ ഭരണത്തിലെത്തിയപ്പോഴാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ഓഫീസുകൾ തിരികെ ലഭിച്ചത് എന്ന സത്യം ഇന്നിപ്പോൾ ബംഗാളിൽ മാത്രമല്ല ഇനി കേരളത്തിലുള്ളവർക്കും സോഷ്യൽ മീഡിയയിലൂടെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് കൈയടക്കി വച്ചിരുന്ന CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ഓഫീസുകൾ, താഴിട്ട് പൂട്ടി അവർ സൂക്ഷിച്ചിരുന്ന ഓഫീസുകൾ, ആ താഴുകൾ തല്ലി തകർത്ത് തിരിച്ച് കോൺഗ്രസും CPMും പിടിച്ചെടുക്കുന്ന കാഴ്ച ഇന്ന്, അതിൻ്റെ ദൃശ്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. എന്നിട്ടും ഫാസിസം BJP ആണ് ഫാസിസ്റ്റ് പാർട്ടി, BJP ആണ് ഫാസിസം നടപ്പാക്കുന്നത്, നരേന്ദ്രമോദിയാണ് ഏറ്റവും വലിയ ഫാസിസ്റ്റ് എന്ന മട്ടിലുള്ള പ്രചാരണമാണ് ഇവിടെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇരിക്കട്ടെ, കേരളത്തിലെ ദേശാഭിമാനി പോലെ ബംഗാളിലും CPMന് ഒരു പത്രമുണ്ടായിരുന്നു. ഇപ്പോഴും ആ പത്രമുണ്ട്. കഴിഞ്ഞ 15 വർഷമായി ആ പത്രത്തിന് ഒരു പരസ്യം പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. ആ പത്രത്തിന് സുവേന്ദു അധികാരി അധികാരമേറ്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാ പത്രങ്ങൾക്കും പരസ്യം കൊടുത്തു. അതുപോലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പത്രത്തിനും കഴിഞ്ഞ 15 വർഷത്തിന് ശേഷം ആദ്യമായി ആ പരസ്യം ലഭിച്ചിരിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ ആഴ്ചകളിലെ വാർത്തകളാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ ആരോപിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി തിരഞ്ഞെടുപ്പിൽ അവിടെ ഒരു സീറ്റിൽ വിജയിച്ചിട്ടുണ്ട്. അതായത് മുർഷിദാബാദ് ജില്ലയിലെ ദോംകൽ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് CPM വിജയിച്ചിരിക്കുന്നത്. അവിടെ CPM എങ്ങനെ ജയിച്ചു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. CPI അവിടെ SDPIയുമായിട്ട് അവിടെ ഒത്തുചേർന്നാണ്, അല്ലെങ്കിൽ SDPIയുമായിട്ട് സഖ്യത്തിലേർപ്പെട്ടാണ് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചത്. മുസ്തഫിജുർ റഹ്മാൻ എന്നാണ്
വിജയിച്ച ആ സ്ഥാനാർത്ഥിയുടെ പേര്. ഈ സ്ഥാനാർത്ഥി വിജയിച്ചത് വെറുതെ അല്ല കേട്ടോ. ഈ മുസ്തഫിജുർ റഹ്മാൻ പരാജയപ്പെടുത്തിയത് ഹുമയൂൺ കബീറിനെയാണ്. ലഭിച്ച വോട്ടുകളുടെ കണക്ക് കൂടി നമ്മൾ കേട്ടു നോക്കണം. അതായത് CPIM SDPI സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് 1,07,882. രണ്ടാം സ്ഥാനത്ത് വന്ന ഹുമയൂൺ കബീറിന് ലഭിച്ച വോട്ട് 91,586. ഭൂരിപക്ഷം 16,296 വോട്ടുകൾ. അഭിമന്യുവിൻ്റെ ആത്മാവ് ആകാശത്തിരുന്ന് സ്വർഗത്തിലിരുന്ന് കരയുന്നുണ്ടാകും ഒരു പക്ഷേ. കാരണം അഭിമന്യുവിന് തൻ്റെ ജീവൻ വെടിയേണ്ടി വന്നത് SDPIക്കാരുടെ, പോപ്പുലർ ഫ്രണ്ടുകാരുടെ, ക്യാമ്പസ് ഫ്രണ്ടുകാരുടെ കൈകൊണ്ടാണ്. അങ്ങനെയുള്ള ക്യാമ്പസ് ഫ്രണ്ടുമായിട്ടും അതിൻ്റെ രാഷ്ട്രീയ രൂപമായ SDPIയുമായിട്ടും സഖ്യം ചേരാൻ CPMന് ഒരു ഉളുപ്പുമുണ്ടായില്ല. ബംഗാളിൽ നിന്ന് കേരളത്തിലേക്കുള്ള ദൂരം അധികം അകലെയല്ല എന്നു മാത്രം മാർക്സിസ്റ്റ് സഖാക്കൾ മനസ്സിലാക്കുക. നിങ്ങളെയും കാത്തിരിക്കുന്നത് ഇതേ വിധിയാണ്. അഭിമന്യുവിൻ്റെ ദാരുണമായ വിധിയാണ് നിങ്ങളെയും കാത്തിരിക്കുന്നതെന്ന് ബംഗാളിലെ CPMൻ്റെ ഈ വിജയം കൃത്യമായിട്ടും വിളിച്ചു പറയുന്നുണ്ട്. കേരളത്തിലും അവർ സൗകര്യം കിട്ടിയാൽ SDPIക്കും പോപ്പുലർ ഫ്രണ്ടിനും ഒപ്പം ചേർന്നുകൊണ്ട് അതായത് ഹിന്ദു സഖാക്കളെ നിങ്ങളുടെ ജീവൻ അവർ ബലി കൊടുത്തേക്കും. അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അഭിമന്യുവിൻ്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് വ്യക്തമായി വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. അതിവിടം കൊണ്ട് അവസാനിപ്പിക്കരുത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, അതിൽ ഗൂഢാലോചന നടത്തിയത് ആരൊക്കെയാണ് എന്ന സംശയം ഊട്ടി ഉറപ്പിക്കുകയാണ് ബംഗാളിലെ CPMൻ്റെ ഈ വിജയം. കേരളത്തിലും അവർ SDPIയുമായിട്ട് സഖ്യം ചേർന്നിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ അത് വേണ്ടത്ര വിജയിച്ചില്ല. ഭാവിയിൽ അതെന്തായിത്തീരും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതാണ് ബംഗാളിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഇത് ഈ പറയുന്നത് പോലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പൈശാചികത മാത്രമല്ല, CPMന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപജയം കൂടി ബംഗാൾ വിളിച്ചു പറയുന്നുണ്ട് നമ്മളോട്. ബംഗാളിൽ നിന്ന് കേരളത്തിലേക്കുള്ള ദൂരം വളരെ കുറഞ്ഞിരിക്കുന്നു എന്ന സത്യം കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്.